പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമുക്കറിയാം, നിരന്തരം സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസികളെയും അപമാനിച്ചും അവഹേളിച്ചും സംസാരിക്കുന്ന വ്യക്തിയുടെ തലയിൽ വെളിച്ചം വീണോ എന്നാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റായ അജയ് റായ് ആണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രയാഗ്രാജിലേക്ക് എത്തി പുണ്യസ്നാനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. സനാതന വിരുദ്ധമായ പ്രസ്താവനകൾ രാഹുൽ പറയുന്നതിനിടയിലാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്ന പ്രസ്താവന വരുന്നതും എന്നതാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. മുൻപ് ഹിന്ദു വിശ്വാസികളെ അപമാനിച്ച രാഹുൽ ഗാന്ധി മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മാപ്പ് പറയണമെന്ന് സന്യാസിമാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് രാഹുൽ മഹാകുംഭമേളയിൽ എത്തുന്നത്. അതേസമയം ഗംഗയിൽ കുളിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച മല്ലികാർജുൻ ഖാർഗെയുടെ മുന്നിലാണ് രാഹുൽ പുണ്യസ്നാനം ചെയ്ത് ഹർ ഹർ മഹാദേവ് ചൊല്ലുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം കോൺഗ്രസുകാരുടെ പരസ്യമായ രഹസ്യ മുങ്ങിക്കുളിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. കോൺഗ്രസ് നേതാക്കൾ മുൻപും കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അവർക്ക് മുൻപുള്ള നിരവധി നേതാക്കളും കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനി നാം എല്ലാവരും തന്നെ കുംഭമേളയ്ക്ക് പോയി പുണ്യസ്നാനം ചെയ്യാൻ ഹർ ഹർ മഹാദേവ് ജപിക്കും. തീർച്ചയായും ഞങ്ങൾ മഹാകുംഭമേളയ്ക്ക് പോകുമെന്നാണ് അജയ് റായ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഹിന്ദു വിരോധം ഓരോ പ്രസ്താവനയിലും പ്രകടമായിട്ടുണ്ട്. പാർലമെന്റിൽ ദ്രോണാചാര്യ ഏകലവ്യ പരാമർശത്തിൽ വലിയ വിവാദങ്ങളാണ് തിരികൊളുത്തിയതും. ഏകലവ്യ കഥയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തെ തെറ്റായി പ്രതിപാദിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നും ഒരു സന്യാസി അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാഹുൽ കഥ വളച്ചൊടുക്കുകയാണ്. മഹാഭാരതത്തിൽ ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായി തന്റെ തള്ളവിരൽ ദാനം ചെയ്യുകയാണ്. അത് അനീതിയല്ല, ബഹുമാനത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ് എന്നും ഇത് ഗുരുശിഷ്യ ബന്ധത്തിന്റെ മഹത്വം കാണിക്കുന്നുവെന്നും ഇത് ക്രൂരതയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഹിന്ദു സമൂഹത്തെ രാഹുൽ നിരന്തരം ആക്രമിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നു. തിരിച്ചടി ഭയന്നുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം സമൂഹത്തെ വിമർശിക്കാത്തതെന്നും ഏകലവ്യനുമായി ബന്ധപ്പെട്ട പ്രസ്താവന സനാതന ധർമ്മത്തിനെതിരായ ആക്രമണവും അതിന്റെ മൂല്യങ്ങളെ അപമാനിക്കുന്നതുമാണ് എന്ന് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് സന്യാസിമാർ സംസാരിച്ചിരുന്നു. അതേസമയം ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് രാജ്യത്തെ ദാരിദ്ര്യം അവസാനിപ്പിക്കുമോ അതോ വിശക്കുന്നവരുടെ വയറ് നിറയ്ക്കുമോ എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ ചോദ്യം വന്നതും. ഖാർഗെക്കെതിരെ വൻ വിമർശനങ്ങളാണ് ഉയർന്നതും. കോൺഗ്രസിന്റെ വിദ്വേഷം കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് BJP നേതാവ് സാംബിത് പത്ര പറഞ്ഞു. കാലാകാലങ്ങളിലായി സനാതന വിശ്വാസത്തിന്റെ പ്രതീകമാണ് മഹാകുംഭം. ലോകം മുഴുവൻ ഈ വിശ്വാസത്തെ ബഹുമാനിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി മഹാകുംഭമേളയെയും ഈ വിശ്വാസത്തെയും പരിഹസിക്കുന്നുവെന്നും പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. അവർ അതിനെ പരിഹസിക്കുകയാണ്. മറ്റെന്തെങ്കിലും മതത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ഞാൻ മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വെല്ലുവിളിക്കുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇഫ്താർ പാർട്ടിയിൽ പോയി ആളുകൾക്ക് ജോലി ലഭിക്കുമോ, ദാരിദ്ര്യം ലഘൂകരിക്കപ്പെടുമോ എന്നവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമോ? മറ്റൊരു മതത്തിന്റെ വിശ്വാസവുമായി കളിക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.